ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. ഇന്ത്യ ചൈന നേരിട്ടുള്ള വിമാന സർവീസുകൾ ഈ മാസം അവസാനത്തോടെ പുനരാരംഭിക്കാൻ ഇരു രാജ്യങ്ങളും ധാരണയായി. പുതുക്കിയ വ്യോമ സർവീസ് സംബന്ധിച്ച് ഇരു രാജ്യങ്ങളിലെയും വ്യോമയാന മേഖലയിലെ ഉദ്യോഗസ്ഥർ ചർച്ച നടത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പുതിയ തീരുമാനം ഇന്ത്യ ചൈന ഉഭയകക്ഷി ബന്ധം വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ഛത്തീസ്ഗഡിലെ ബിജാപൂരിൽ 23 സ്ത്രീകൾ ഉൾപ്പെടെ 103 മാവോയിസ്റ്റുകൾ സുരക്ഷാസേനയ്ക്ക് മുന്നിൽ കീഴടങ്ങി. ഇതിൽ 49 മാവോയിസ്റ്റുകളെ പിടികൂടുന്നവർക്ക് 1,06,00,000 രൂപയിലധികം പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. ഇതോടെ ബിജാപൂർ ജില്ലയിൽ ഈ വർഷം കീഴടങ്ങിയ മാവോയിസ്റ്റുകളുടെ എണ്ണം 410 ന്യൂഡൽഹിയിൽ മലയാളി വിദ്യാർത്ഥികൾക്ക് പോലീസ് മർദ്ദനമേറ്റ സംഭവത്തിൽ ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്തയച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സാക്കിർ ഹുസൈൻ ഡൽഹി കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് മർദ്ദനമേറ്റത്. കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ഐക്യരാഷ്ട്രസഭയുടെ 80ാമത് പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ പ്രതിനിധി സംഘത്തിലെ അംഗമായി NK പ്രേമചന്ദ്രൻ MPയെ തെരഞ്ഞെടുത്തു. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് അംഗീകരിച്ച് ഉത്തരവായത്. ഒക്ടോബർ 6 മുതൽ 10 വരെ ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭ ആസ്ഥാനത്ത് നടക്കുന്ന ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കുന്ന 15-അംഗ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ PP ചൌധരി MP നയിക്കും. ഗാന്ധി ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരത്ത് സായ് LNCPEയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഫിറ്റ് ഇന്ത്യ ഫ്രീഡം റൺ 6.0 ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്തു. കവടിയാർ സ്ക്വയറിൽ നിന്ന് സെൻട്രൽ സ്റ്റേഡിയം വരെയായിരുന്നു ഫ്രീഡം റൺ. വിജ്ഞാനാധിഷ്ഠിത നവകേരളത്തിലേക്കുള്ള മുന്നേറ്റങ്ങളിൽ ഒരാളും പിന്തള്ളപ്പെടരുത് എന്നാണ് സർക്കാരിന്റെ ആഗ്രഹമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കാസർഗോഡ് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തുക എന്നതാണ് സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ പ്രധാന ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസ ആരോഗ്യരംഗത്തെ ഹബ്ബായി സംസ്ഥാനം മാറുകയാണെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ 5ാമത് സ്ഥാപക ദിനാഘോഷം കൊല്ലം കുരീപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ തന്നെ മാതൃകാ സർവകലാശാലയായി മാറിയതായും ധനമന്ത്രി പറഞ്ഞു. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ മോഹൻലാലിനെ ആദരിക്കുന്ന മലയാളം വാനോളം ലാൽ സലാം പരിപാടി മറ്റന്നാൾ തിരുവനന്തപുരത്ത് നടക്കും. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സർക്കാരിന് വേണ്ടി ശ്രീ മോഹൻലാലിനെ ആദരിക്കും. പൊതുജനങ്ങൾക്ക് പ്രവേശനം സൌജന്യമായിരിക്കും. വന്യജീവി വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി AK ശശീന്ദ്രൻ നാളെ കോഴിക്കോട് ചേളന്നൂരിൽ നിർവഹിക്കും. വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഈ മാസം 8 വരെയാണ് വാരാഘോഷം. വിനോദസഞ്ചാര മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്താനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് കണ്ണൂർ മുഴുപ്പിലങ്ങാട് സംഘടിപ്പിച്ച ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ചാമ്പ്യൻഷിപ്പിൽ അഴീക്കോടൻ അച്ചാംതുരുത്തി ജേതാക്കളായി. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യക്കാലത്തിന് സമാപനം. ഇതുവരെ 524 വഴിപാട് സദ്യകളാണ് നടന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും ഭക്തരുടെയും സഹകരണത്തോടെ ആറന്മുള പള്ളിയോട സേവാ സംഘമാണ് വള്ളസദ്യയ്ക്ക് നേതൃത്വം നൽകിയത്. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ ജില്ലകളിലും മാഹി ലക്ഷദ്വീപ് തീരപ്രദേശങ്ങളിലും മൈ ഭാരത് വോളണ്ടിയർമാർ ശുചീകരണ പ്രവർത്തനങ്ങളും ബോധവൽക്കരണ പരിപാടികളും നടത്തി. സ്വച്ഛതാ ഹി സേവയുടെ ഭാഗമായി EPFO കൊച്ചി റീജിയണൽ ഓഫീസിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. മംഗളൂരു സെൻട്രലിൽ നിന്ന് നാളെ യാത്ര പുറപ്പെടുന്ന മംഗളൂരു സെൻട്രൽ തിരുവനന്തപുരം സ്പെഷ്യൽ എക്സ്പ്രസ് ട്രെയിനിൽ സ്ലീപ്പർ കോച്ചുകളിൽ 291 സീറ്റുകൾ ഒഴിവുണ്ടെന്ന് ദക്ഷിണ റെയിൽവേ. പൂജ അവധിക്കാലത്തെ യാത്രാ ദുരിതം ലഘൂകരിക്കുന്നതിന് ഈ അവസരം ഉപയോഗപ്പെടുത്താം. കോടതി വ്യവഹാരങ്ങൾ പരിഹരിക്കുന്നതിനും പ്രോസിക്യൂഷൻ കേസുകൾ പിൻവലിക്കുന്നതിനുമുള്ള പുതിയ പൊതുമാപ്പ് പദ്ധതിയുടെ വിശദമായ മാർഗനിർദ്ദേശങ്ങൾ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ പുറപ്പെടുവിച്ചു. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ അധ്യക്ഷതയിൽ ഷിംലയിൽ ചേർന്ന ESICയുടെ 196ാമത് യോഗത്തിലാണ് പദ്ധതിക്ക് അംഗീകാരം നൽകിയത്. കോടതി വ്യവഹാരങ്ങൾ കുറയ്ക്കുന്നതിനും സുഗമമാക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള ഒറ്റത്തവണ തർക്ക പരിഹാര പദ്ധതിയാണ് ഇത്. കോഴിക്കോട് നടക്കുന്ന സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ 2ാം സീസണിലെ ഉദ്ഘാടന മത്സരത്തിൽ ഫോഴ്സ കൊച്ചിക്കെതിരെ കാലിക്കറ്റ് FC 1 ഗോളിന് മുന്നിൽ. ലീഗിൽ ഇത്തവണ ഫൈനൽ അടക്കം 33 മത്സരങ്ങളാണ് ഉള്ളത്. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 1ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. 1ാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ ആദ്യ ഇന്നിംഗ്സിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 121 റൺസ് എന്ന നിലയിലാണ്. ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത വെസ്റ്റ് ഇൻഡീസ് ആദ്യ ഇന്നിംഗ്സിൽ 162 റൺസിന് പുറത്താവുകയായിരുന്നു. പരമ്പരയിലെ 2ാമത്തെ ടെസ്റ്റ് മത്സരം ഈ മാസം 10 മുതൽ ഡൽഹിയിൽ നടക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.